നമസ്കാരം. ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കുമ്പോഴും വളരെ ശാന്തമായിട്ടുള്ള മനസ്സും നീർക്കെട്ടും വേദനയും അല്ലെങ്കിൽ അസിഡിറ്റി, പുളിച്ചതുകെട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഊർജ്ജസ്വലരായിട്ട് നമുക്ക് രാവിലെ എണീക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നല്ലേ ഇത്. എന്നാൽ അതിനൊരു വഴിയുണ്ട്. ഓട്ടോഫേജിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നശിച്ച കോശങ്ങളെ സ്വയം നശിപ്പിച്ച് പുതിയതും ആരോഗ്യകരവുമായ കോശങ്ങളെ നിർമ്മിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. സെൽഫ് ഈറ്റിംഗ് എന്നും പറയാം. ഇത് ശരീരത്തിലെ കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനും വിഷാംശം പുറന്തള്ളാനും സഹായിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇതിന് ഉപവാസം ഈ ഒരു ഓട്ടോഫേജിയെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഓട്ടോഫേജി കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്നറിയണ്ടേ? ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളായാലും അല്ലെങ്കിൽ നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ, നിങ്ങൾക്ക് ജീവിതശൈലി രോഗം കൊണ്ടുണ്ടാവുന്ന പ്രമേഹം പോലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ പാർക്കിൻസൺ ഡിസീസ് പോലുള്ളതോ അൽഷിമേഴ്സ് പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒട്ടനേകം രോഗങ്ങൾ വരാതിരിക്കാനും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഓട്ടോഫേജിയുടെ ഗുണം എന്ന് പറയുന്നത്. ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അസിഡിറ്റി, പുളിച്ചതുകെട്ടൽ, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ഇതിനൊക്കെ തന്നെ ശരിയായിട്ട് ദഹനം നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒട്ടനേകം അസുഖങ്ങളുടെ ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു ഉത്ഭവ സ്ഥാനമാണ് വയറെന്നുള്ളത്. ദഹനം ശരിയായിട്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. വയറെന്നുള്ളത് ഒരു സെക്കൻഡ് ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇത്തരം ദഹന പ്രശ്നങ്ങൾ ഇമോഷൻസുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആണ്. പലപ്പോഴും നമുക്കറിയാം ദേഷ്യം, ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ ഈ ഒരു ദഹന പ്രശ്നങ്ങൾ വന്നാൽ തന്നെ വരാം. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാനസികാരോഗ്യം പോലും ഇതുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് വേണം പറയാൻ. നമ്മുടെ വീടായാലും നമ്മുടെ ഇഷ്ടപ്പെട്ട വാഹനമായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്, വീട് അടിച്ചു വാരി വൃത്തിയാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഇത്രയേറെ വിലപ്പെട്ട ശരീരത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതേ ഉള്ളൂ. പ്രായം എത്തുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളെ വേട്ടയാടുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു സർവീസും കൊടുക്കാത്തത് കൊണ്ടാണ്. തുടർച്ചയായിട്ട് മുഴുവൻ ടൈമും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സർവീസ് വർക്കുകളൊക്കെ തന്നെ അത് സ്വയം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിലും ചെറിയ സഹായം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിനുള്ള ഒന്നാമത്തേതാണ് ദഹനം ശരിയായിട്ട് നടത്താൻ സഹായിക്കുക എന്നുള്ളത്. ഈ ഓട്ടോഫേജി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഉപവാസം എന്ന് പറഞ്ഞല്ലോ. ആഴ്ചയിൽ ഒരു 2 ദിവസം നിങ്ങൾക്ക് ഉപവാസം എടുക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും. ഒട്ടും കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ ഉപവസിക്കണം എന്നുള്ളതുമില്ല. നിങ്ങൾക്ക് ദഹനം നടക്കുന്ന രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിലും ഒക്കെ തന്നെ pH-നെ ഇംബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു സമയമാണ് ഉറക്കം എണീറ്റ് കഴിഞ്ഞാലുള്ള സമയം. ഈ സമയത്ത് ബോഡി മൊത്തത്തിൽ ഒരു വലിയൊരു ഉറക്കത്തിന് ശേഷം നമ്മുടെ രക്തത്തിൽ pH-നെയൊക്കെ ബാലൻസ് ശരിയാക്കാനായിട്ട് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ശരീരത്തെ എപ്പോഴും തന്നെ ഹൈഡ്രേറ്റ് ആക്കി, അല്ലെങ്കിൽ ആ ഡീഹൈഡ്രേഷൻ വരാതെ സംരക്ഷിക്കുന്നതാണ് ആദ്യത്തെ പ്രക്രിയ നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കുടലിലൊക്കെ തന്നെ ഒരു ചൂല് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ എല്ലാം തന്നെ തൂത്ത് വൃത്തിയാക്കി കളയാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലിവർ സംബന്ധമായിട്ടുള്ള ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിൽ കൂടുതലും കാണുന്നതാണ് ഫാറ്റി ലിവർ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം ഒക്കെ. അതിന് മാറ്റാൻ സഹായിക്കുന്നതും ബോഡിയെ നന്നായിട്ട് തണുപ്പിക്കാൻ പറ്റുന്നതും ഒന്നുമാണ് കുമ്പളം, അല്ലെങ്കിൽ ഇളവൻ എന്നൊക്കെ പറയില്ലേ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് തൊലിയും കളഞ്ഞിട്ട് ഒരു പിടി പീസ് എടുത്തിട്ട് നന്നായിട്ട് അരച്ച് ജ്യൂസാക്കിയിട്ട് അരിച്ചെടുത്ത് കുടിക്കുന്നത്. ഇത് ഒരുപാടേറെ രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ടും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഇത്. തന്നെ ഏറ്റവും നല്ലൊരു റെമഡിയാണ് നമ്മുടെ ഇത്തരം വേസ്റ്റ് വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളാൻ. അതിന് കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നത് ശരീരത്തെ തണുപ്പിക്കുന്ന കുക്കുംബർ അല്ലെങ്കിൽ കക്കിരി ഉപയോഗിച്ചിട്ടൊരു ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാം. ഇത് തന്നെ വേണമെന്നില്ല, നന്നായിട്ട് വെള്ളം കുടിച്ച് ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കി നിർത്തിയാൽ മതി. ഇനി ഇതുപോലെ ഈ ഓട്ടോഫേജിയെ എളുപ്പത്തിലാക്കാനും നമ്മുടെ പ്രായം അധികം തോന്നിക്കുന്നത്, കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നതും, ചർമ്മം പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതും, കേശ സംരക്ഷണത്തിൽ പാകപ്പിഴവുകൾ വരുന്നത് കാരണമൊക്കെ തന്നെ മുടി കൊഴിച്ചിൽ അനുഭവിക്കുന്നവരും ഒക്കെ കൂടുതലാണ്. ഇതിനെല്ലാം കൂടെയുള്ള ഒരൊറ്റ ഉത്തരമാണ് വയറിനെ ശുദ്ധിയാക്കുക എന്നുള്ളത്.
എന്നുള്ളത്. പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളത്. വായിൽ ഉമിനീരുമായിട്ട് ചേർന്ന് നന്നായിട്ട് ചവച്ചരച്ച് കഴിഞ്ഞാൽ ദഹനം എളുപ്പത്തിൽ നടക്കും. ആയുർവേദത്തിലെ ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത് എന്നുള്ളതാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നുള്ളത് ഒരു ആരോഗ്യവാനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ശീലിക്കേണ്ട ആദ്യത്തെ പടിയാണ്. നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ അത്താഴം കഴിക്കുന്നതും വളരെ നേരത്തെ എണീക്കുന്നതും ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 4:30 സമയമൊക്കെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയത്ത് എണീറ്റ് പ്രകൃതിയുമായി കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധിക്കുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് തന്നെ ധ്യാനം അല്ലെങ്കിൽ യോഗ, പ്രാണായാമ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരീരവും മനസ്സും ശുദ്ധിയാവാൻ മറ്റൊന്നും വേണ്ട. വയറിൽ നല്ല ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കുന്ന പ്രോബയോട്ടിക് ഫുഡായിട്ടുള്ള തൈര് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ ദഹനം മെച്ചപ്പെടുത്താനും വയർ വീർത്തിരിക്കുന്ന അവസ്ഥ കുറയ്ക്കാനും സഹായിക്കും. ഇനി ഏത്തപ്പഴമാണെങ്കിൽ നാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് മലബന്ധം ഒഴിവാക്കാനും വയറിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. അതുപോലെ ജീരകം, ഏലക്ക, ഗ്രാമ്പു ഇവയൊക്കെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ നെയ്യൊക്കെ മിതമായ അളവിൽ ഉപയോഗിക്കുന്ന ദഹനത്തിന് വളരെ നല്ലതാണ്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും എണ്ണയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ദഹന വ്യവസ്ഥയെ മന്ദഗതിയിൽ മൈദ, സംസ്കരിച്ച ഭക്ഷണം, കൂടുതൽ മധുരമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കുന്നതാണ് നല്ലത്. ഏത് സമയത്ത് കഴിച്ചാലും ഭക്ഷണം ചൂടുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ചൂടുള്ളതും നന്നായി വേവിച്ചതുമായ ഭക്ഷണം ശരീരം എളുപ്പത്തിൽ ദഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശപ്പ് തോന്നുന്നില്ലെങ്കിൽ ഒരിക്കലും ഭക്ഷണമോ ലഘുഭക്ഷണമോ കഴിക്കാൻ സ്വയം നിർബന്ധിതരാവരുത്. ദിവസം 3 നേരം സന്തുലിതമായ ഭക്ഷണവും 2 ലഘുഭക്ഷണവും കഴിക്കേണ്ടത് അത്യാവശ്യവുമാണ്. പക്ഷെ നിർബന്ധിത ഭക്ഷണം നിങ്ങളുടെ ആരോഗ്യത്തെ ഒരിക്കലും സഹായിക്കില്ല. ഒരു കൃത്യമായ സമയക്രമം പിന്തുടരാൻ ശ്രമിക്കണം. അതിലൂടെ എല്ലാ ദിവസവും ഒരേ സമയം വിശപ്പ് അനുഭവപ്പെടും. കൂടാതെ നിങ്ങളുടെ പ്ലേറ്റിൽ എല്ലാതരം ഭക്ഷണങ്ങളും നിറയ്ക്കുകയും ചെയ്യരുത്. നമ്മുടെ വിശപ്പിന്റെ അളവനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. അതുപോലെ നാം കഴിക്കുന്ന ആഹാരം ശരിയായ രീതിയിൽ ദഹിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ദഹന പ്രക്രിയ സുഗമമാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ദഹനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ എല്ലാ വർഷവും മെയ് 29 വേൾഡ് ഡൈജസ്റ്റീവ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. മാനസിക സമ്മർദ്ദം വയറിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അൾസർ, വയറിളക്കം, മലബന്ധം ഇതൊക്കെ കാരണമാകും. ഫോൺ ചെയ്തും TV കണ്ടും ഭക്ഷണം കഴിക്കുന്നവർ ഏറെയുണ്ട്. ചിലര് പത്രം വായിക്കുന്നതും പ്രാതൽ കഴിച്ചുകൊണ്ട് തന്നെ ആവാറും അങ്ങനെയും കാണാറുണ്ട്. ഇവയെല്ലാം നമ്മുടെ ദഹനത്തെ ബാധിക്കുകയും ഭക്ഷണത്തെ അറിഞ്ഞും ആസ്വദിച്ച് കഴിക്കണം. സാവധാനം നന്നായി ചവച്ചരയ്ക്കുന്നത് ഭക്ഷണം ശരീരം ആഗിരണം ചെയ്യാനും ആവശ്യത്തിന് ദഹനരസം ഉൽപ്പാദിപ്പിക്കപ്പെടാനും ഇത് സഹായിക്കും. അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണമെന്നാണ് പഴമൊഴി. ഇത് സത്യമാണ്. ദഹന വ്യവസ്ഥയിലൂടെ ഭക്ഷണം നീങ്ങാൻ ആവശ്യത്തിന് വ്യായാമം ആവശ്യവുമാണ്. ഇനി കൃത്യമായ വ്യായാമം ദഹനപ്രക്രിയ സുഗമമാക്കും. അതുപോലെ കടുത്ത മലബന്ധമുള്ളവർ ദിവസം 30 മിനിറ്റെങ്കിലും നടക്കുന്നത് നല്ലതാണ്. ഇനി സൈക്കിൾ ചവിട്ടലും ജോഗിങ്ങും ഒക്കെ ശീലിക്കുന്നതും മറ്റു വ്യായാമങ്ങൾ തന്നെയാണ്. ഇനി നമ്മുടെ വയറ് നിറഞ്ഞെന്ന് മസ്തിഷ്കം മനസ്സിലാക്കാൻ 20 മിനിറ്റെങ്കിലും എടുക്കുമെന്ന് കരുതാം. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം എത്രയാണ് എന്ന കാര്യം ശ്രദ്ധിക്കണം. രുചി മാത്രമല്ല, എത്ര കഴിക്കണം കഴിക്കരുത് എന്ന് നിശ്ചയിക്കാനുള്ള മാനദണ്ഡവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ടെൻഷൻ മാറ്റാൻ ഭക്ഷണം കഴിക്കുന്നവർക്കും അത്തരം മാനസികാവസ്ഥയുള്ളപ്പോൾ തീന്മേശയുടെ മുന്നിൽ ഇരിക്കുന്നവർക്കും ദഹനക്കേടിന് വളരെയധികം സാധ്യത കാണാറുണ്ട്. ഇനി പുകവലി, മദ്യപാനം, വൈകി ഭക്ഷണം കഴിക്കൽ ഇവയെല്ലാം ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. മദ്യം കഴിച്ചാൽ വയറിലെ pH അല്ലെങ്കിൽ അമ്ല അംശം കൂടും. ഇത് നെഞ്ചിരിച്ചിലിന് കാരണമാകും. ഇത് വയറിലെ ഉപകാരികളായ ബാക്ടീരിയയുടെ ശത്രു കൂടിയാണ് മദ്യം എന്നുള്ളത്. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നതും തുടർന്ന് ഉറങ്ങാൻ കിടക്കുന്നതും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപ് കിടന്നുറങ്ങുന്നതും ഈ പ്രക്രിയ സാവധാനത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒഴിവാക്കി വളരെ ചിട്ടയായിട്ടുള്ള ദഹനത്തിന് എളുപ്പമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളുടെ ജീവിതചര്യ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോഫേജി എന്നുള്ളത് വളരെ എളുപ്പത്തിലാക്കും. മാരകമായിട്ടുള്ള ഒട്ടനേകം അസുഖങ്ങളെ തടയിടാൻ ഇത് നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവാസം എടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. വളരെ ജ്യൂസി ആയിട്ടുള്ള രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ, പഴങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും കൂടെ ഉൾപ്പെടുത്തി സാലഡ്സ് പോലുള്ളവയും ദഹിക്കാൻ എളുപ്പമുള്ള ഡ്രിങ്കുകൾ, റാഗി കുറുക്ക് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബാർലി പോലുള്ള ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായി പറ്റും. ശരീരവും മനസ്സും ഒക്കെ തന്നെ ഒരുപോലെ സംരക്ഷിക്കപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.